പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ബഹുമാന്യരായ ദൈവദാസന്മാരെ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാർ, അതുപോലെ വേദപഠിതാക്കളായ എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായ ബഹുമാന്യ റവറൻ ഡോക്ടർ ലിസി മാഡം ഇന്നിവിടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. പരസ്പരം നമുക്ക് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ആദിമസഭയിലുണ്ടായ സങ്കീർണമായ 3 സംഘടനകളെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എബ്രായ ഭാഷക്കാരും യവന ഭാഷക്കാരും തമ്മിലുണ്ടായ സങ്കീർണമായ പ്രശ്നം 6-ന്റെ 1 അത് കാണാം. അപ്പോസ്തലപ്രവൃത്തികൾ 6-ന്റെ 1 അത് കാണാം. കൾച്ചറൽ കോൺഫ്ലിക്റ്റ്, സാംസ്കാരികമായ, ഭാഷാപരമായ, ജാതീയമായ ഉച്ചനീചത്വങ്ങളൊക്കെ പറഞ്ഞാണ് അവിടെ ആ വലിയ പ്രശ്നമുണ്ടായത്. എന്നിട്ടും സഭ രണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിസങ്കീർണമായ 2 സംഭവങ്ങളാണ് ആദിമസഭ ഫേസ് ചെയ്തത്. പക്ഷെ സഭ പിളർന്നില്ല. 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഉപദേശ സംബന്ധമായ അഭിപ്രായ വ്യത്യാസമാണ്, ഡോക്ട്രിനൽ കോൺഫ്ലിക്റ്റ്. പരിച്ഛേദന ആവശ്യമാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങൾ. അവിടെയും സഭ തകർന്നില്ല. വളരെ തർക്കമുണ്ടായെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ടും സഭ പിളർന്നില്ല. 15-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മിഷണറിമാർക്കിടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ്, പൗലോസും ബർണബാസും തമ്മിൽ. അത് മിഷിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇവിടെ ഈ ഒന്നും ദൈവസഭയെ തകർക്കാൻ കഴിഞ്ഞില്ല, ദൈവസഭയെ ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു ശബ്ദം കേൾക്കുന്നു. എവിടെയാണത്? യെസ്, ബേബ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു അതിന്റെ കാരണം? നാം പഠിച്ചു, ആത്മീയ പക്വതയാണ്. ആ 3 കോൺഫ്ലിക്റ്റുകൾ തന്നെ ഒരു നല്ല പ്രസംഗമാണ്, ഒരു നല്ല പ്രബന്ധമാണ്. ദൈവകുഞ്ഞുങ്ങൾ അത് ആഴത്തിൽ പഠിക്കണം. ഹെൽത്തി ചർച്ചിന്റെ 3 ഗുണങ്ങളും നമ്മൾ ചിന്തിച്ചു. എന്തൊക്കെയായിരുന്നു? 1, ആത്മീയമായ ഐക്യം, സ്പിരിച്വൽ യൂണിറ്റി. 2, ആത്മീയമായ സഹവർത്തിത്വം, സ്പിരിച്വൽ ഡൈവേഴ്സിറ്റി. 3, ആത്മീയ പക്വത, സ്പിരിച്വൽ മെച്യൂരിറ്റി. എന്താണ് സ്പിരിച്വൽ ഡൈവേഴ്സിറ്റി? അത് ഒന്ന് പറയാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞില്ല, അതുകൊണ്ടൊന്ന് സൂചിപ്പിച്ച് മുന്നോട്ട് പോകാം. എന്താണ് ആത്മീയ സഹവർത്തിത്വം? ആത്മീയ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നേരെ വിപരീതമല്ലേ ആത്മീയ വൈവിധ്യത്തെക്കുറിച്ച് പറയുന്നത്? അല്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ് സഭയ്ക്കുള്ളിലെ വൈവിധ്യം? അത് നിറത്തിലല്ല, ഭാഷയിലല്ല, ധനത്തിലല്ല, ശുശ്രൂഷകളിലും കൃപാവരങ്ങളിലും ആണ് വൈവിധ്യമുള്ളത്. ശുശ്രൂഷാവൃന്ദങ്ങളെ നോക്കൂ. 5 തരം ശുശ്രൂഷാവൃന്ദങ്ങൾ 4-11 കാണാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു, അപ്പോയിൻമെന്റ് ചെയ്തു. ആരാണ് നമ്മെ അപ്പോയിൻമെന്റ് ചെയ്തത്? എന്നെ കേൾക്കുന്നവരിൽ അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്. നിങ്ങൾക്കൊരു ബോധ്യം വേണം, എന്നെ സ്വർഗമാണ് നിയമിച്ചത്. സ്വർഗത്തിലെ ദൈവമാണ് എന്നെ അപ്പോയിൻമെന്റ് ചെയ്തത്. ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല കർത്താവിന്റെ വേലയ്ക്കിറങ്ങിയത്. ദൈവം അപ്പോയിൻമെന്റ് ചെയ്തത് കൊണ്ടാണ് നാം ഓരോരുത്തരും കർത്താവിന്റെ വേലയ്ക്കിറങ്ങിയത്. കൊലോസ്യ ലേഖനം അങ്ങനെയാണ് പറയുന്നത്. കൊലോസ്യർ 1:25 പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗമാണിത്. പ്രൈസ് ദി ലോർഡ്. തൊഴിലില്ലാത്തവരല്ലെന്ന് ഉപദേശിമാർ. ഒരു തൊഴിലുമില്ലാത്തതുകൊണ്ട് കറുത്ത ഒരു പുസ്തകവും കക്ഷത്ത് വെച്ചുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ ഒത്തിരി ആക്ഷേപിച്ചിട്ടില്ലേ? കുറഞ്ഞപക്ഷം നമ്മളെങ്കിലും അംഗീകരിക്കണം, ഞാൻ വിലയില്ലാത്തവനല്ല, തൊഴിലില്ലാത്തതുകൊണ്ട് ഇറങ്ങിയതല്ല, സ്വർഗം എനിക്ക് തന്ന ഒരു ഉദ്യോഗമാണ്. കൊലോസ്യർ 1:25 നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, ഉദ്യോഗപ്രകാരം ദൈവവചനം ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉദ്യോഗസ്ഥന, ദൈവം തന്ന ഉദ്യോഗമാണ്. ദൈവം തന്ന ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ജോലി അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവവചന ഘോഷണം നിർവഹിക്കണം. പ്രൈസ് ദി ലോർഡ്. കുശുമ്പും കുന്നായ്മയും പറഞ്ഞുകൊണ്ടിരിക്കരുത്, മറ്റു സഭക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് സഭയുടെ ശുശ്രൂഷകനാണെങ്കിൽ ഏതു മേഖലയിലാണെങ്കിലും അവിടെ എഴുതിയിരിക്കുന്നു, ദൈവവചന ഘോഷണം നിർവഹിക്കണം. 5 നിലകളിലാണ് ഇവിടെ ശുശ്രൂഷകന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു.
ഇതിനെ 5-fold മിനിസ്ട്രി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. 5-fold മിനിസ്ട്രി. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കിയാൽ 4-fold മിനിസ്ട്രിയാണ് ഉള്ളത്. ഇടയനെയും ഉപദേഷ്ടാവിനെയും ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 5 മിനിസ്ട്രി ഉള്ളതായിട്ട് കാണുന്നില്ല. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഉപദേഷ്ടാവ് അഥവാ ടീച്ചർ. പ്രൈസ് ദി ലോർഡ്. അവിടെ ശ്രദ്ധിച്ചേ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി തെരഞ്ഞെടുത്ത് നിയമിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും അപ്പോസ്തലന്മാരല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്ഥലത്തുള്ളവരാണോ അപ്പോസ്തലൻ? അല്ല. ഹല്ലേലൂയ, ആമേൻ. അത് ഈ അപ്പോസ്തലന്റെ ലക്ഷണങ്ങളൊക്കെ പൗലോസ് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും അപ്പോസ്തലന്മാരല്ലെന്ന് നമ്മൾ സമ്മതിക്കണം. പിന്നെ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി എന്താണെന്ന് നാം കണ്ടെത്തണം. അതിനാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടത്. ചിലരെ പ്രവാചകന്മാരായും എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രവാചകന്മാരാണോ? അല്ല. എന്നാൽ പ്രത്യേക അവസരങ്ങളിലൊക്കെ നമ്മൾ ഓരോരുത്തരും പ്രവചിച്ചിട്ടുണ്ട്. ഞാനും പല അവസരങ്ങളിൽ ദൈവം തന്നെ ആലോചന പറഞ്ഞിട്ടുണ്ട്. കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് നൽകുന്ന വചനമാണ് പ്രവചനം. പ്രൈസ് ദി ലോർഡ്. അതാണ് ശരിയായ പ്രവചനം. എല്ലാവരും പ്രവാചകന്മാരല്ല. വിമാനത്തെ കയറിയാൽ ഉടനെ പലരും അങ്ങ് പ്രവാചകന്മാർ. അതുവരെ പ്രവാചകനല്ല. ചിലരെ പ്രവാചകന്മാരെയും. എല്ലാവരും ഇടയന്മാരല്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല. പക്ഷേ എല്ലാവരും സുവിശേഷകരാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷകനാണെന്ന് പറയാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനൊരിക്കലൊരു അവിടെ ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ പറയാനിടയായി തീർന്നു. ഒരു സെൻട്രൽ കൺവെൻഷനിൽ തിരുവത്താഴം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ദേവദാസന്മാരുടെ പേരെന്നെ കുറിച്ചു തന്നു. ഞാൻ അവരെ ഓരോരുത്തരെയായിട്ട് പേര് വിളിച്ചപ്പോൾ അതിലൊരാളുടെ പേര് സുവിശേഷകൻ, ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിച്ചു പോയി. അദ്ദേഹം കയറി വന്നിട്ടെന്ന് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇവാഞ്ചലിസ്റ്റ് അല്ല, പാസ്റ്ററാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉടനെ തന്നെ അത് മൈക്കിലൂടെ തിരുത്തി, ക്ഷമിക്കണം, ഈ ദേവദാസൻ ഇവാഞ്ചലിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു പാസ്റ്ററാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായാലും പ്രവാചകനായാലും ഇടയനായാലും ഉപദേഷ്ടാവായാലും എല്ലാവരും സുവിശേഷം അറിയിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതെ, എന്താണ് ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് അല്ലേ? 5 തരം ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ആത്മാവ് ഒന്നാണ്. അതാണ് സ്പിരിച്വൽ യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ ആത്മാവല്ല എനിക്കെന്ന് പറയരുത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ഒന്നാണ്. കൊരിന്ത്യലേഖനം നോക്കൂ. 1 കൊരിന്ത്യലേഖനം 12:4 മുതൽ വായിക്കുമ്പോൾ അവിടെ സ്പിരിച്വൽ ഡൈവേഴ്സിറ്റി വ്യക്തമാക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 12:4 മുതൽ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ആത്മാവ് ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറയണേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും ലളിതമായിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ എന്നോട് പറയണേ. ഞാനത് അനുസരിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളെക്കാൾ ഒന്നുകൊണ്ടും യോഗ്യത എനിക്കില്ല. ഏറ്റവും ബലഹീനൻ, ഏറ്റവും കഴിവുകെട്ടവനാണ് ഞാൻ. ആകുന്നെങ്കിൽ അത് കൃപയാൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മുടെ സാറാമ്മ ഡോക്ടറൊക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നുമുണ്ട്. ഒരു ക്ലാസ്സും ഡോക്ടർ മുടങ്ങിയിട്ടില്ല. അഡ്വക്കേറ്റ് ഉണ്ട്, പോലീസുണ്ട്, ഡോക്ടറുണ്ട്, പ്രൊഫസർമാരുണ്ട്, ഒക്കെ ഉണ്ട് ഇവിടെ. ദൈവത്തിന് സ്തോത്രം. അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യാതൊരു യോഗ്യതയും പറയാനില്ലാത്ത ഒരു മനുഷ്യനാ. ഒന്നേ ഉള്ളൂ, ദൈവം നാക്കേലൊന്ന് തൊട്ടു. പ്രൈസ് ദി ലോർഡ്. ആ തികഞ്ഞ ബോധ്യത്തോടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്കെന്തെങ്കിലും അറിവിന്റെ നിറവുള്ളത് കൊണ്ടല്ല, ഞാനാകുന്നത് കൃപയാൽ അത്രയാകുന്നു. ഇവിടെ നോക്കൂ. 1 കൊരിന്ത്യർ 12:4 മുതൽ വായിക്കുമ്പോൾ സ്പിരിച്വൽ ഡൈവേഴ്സിറ്റി വളരെ വ്യക്തമാണ്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ആത്മാവൊന്നാണ്. അപ്പോസ്തലനേക്കാൾ ചെറിയവനല്ലെന്ന് പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനേക്കാൾ വലിയവനല്ലെന്ന് അപ്പോസ്തലൻ. ആത്മാവ് ഒന്നാണ്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ. 7-ാം വാക്യം നോക്കണം. എന്തിനാണ് ഈ കൃപ നമുക്ക് തന്നത്? കൃപാവരങ്ങൾ ദൈവം തന്നത്. 7-ാം വാക്യം. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ ലളിതമായി പറയട്ടെ, കൃപ പ്രാപിച്ച ദേവദാസന്മാരെ നമ്മുടെ പോക്കറ്റ് വീർപ്പിക്കാനല്ല ഇത് തന്നത്, പൊതുവിന് പ്രയോജനപ്പെടാനാണ്. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. നന്നായി ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള പ്രകാശനം ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ, അത് പൊതുവിന് പ്രയോജനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരേക്കാൾ നന്നായി ഒന്ന് പ്രബോധിപ്പിക്കുവാനുള്ള ഒരു പ്രകാശനം സ്വർഗം തന്നിട്ടുണ്ടെങ്കിൽ അത് പൊതുവിന് പ്രയോജനപ്പെടണം. എനിക്കറിയാം, നന്നായി പാടാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമുക്ക് പാടി ആസ്വദിക്കാനല്ല, പൊതുവിന് പ്രയോജനപ്പെടണം. അതിനുവേണ്ടി ദൈവം ഈ കൃപാവരം തന്നത്. 8-ാം വാക്യം നോക്കൂ.
ഈ ആത്മാവിന്റെ വ്യത്യസ്ത നിലകൾ നോക്കൂ. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. രണ്ടുപേര് പ്രസംഗിക്കുന്നു. എന്നെ കേൾക്കുന്നുണ്ടോ? രണ്ടുപേര് പ്രസംഗിക്കുന്നു. രണ്ടുപേരും അറിവിലല്ല, രണ്ടുപേരും ബുദ്ധിയിലല്ല, രണ്ടുപേരും പഠനത്തിലല്ല. അവിടെ എഴുതിയിരിക്കുന്നു ആത്മാവിൽ പ്രസംഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തൻ അതേ ആത്മാവിലാണ്, പക്ഷേ ശുശ്രൂഷയുടെ ഗ്രാവിറ്റിക്ക് വ്യത്യാസം. അതേ ആത്മാവിൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. ആത്മാവ് ഒന്നാണ്, അതേ ആത്മാവിലാണ്. ഒരുത്തൻ ആത്മാവിൽ ജ്ഞാനത്തിന്റെ വചനം. ദയവായി എന്നെ ക്ഷമിച്ച് ഒരു വാക്ക് കേൾക്കണം. പരിശുദ്ധാത്മാവിലാണ് നീ പ്രസംഗിക്കുന്നെങ്കിൽ ബോധക്കേട് പറയത്തില്ല. ആത്മാവിൽ ജ്ഞാനത്തിന്റെ വചനം. ഞങ്ങൾ ഈ രാത്രികാലങ്ങളിലൊക്കെ ഏറിയ കാലം ശുശ്രൂഷിക്കുന്ന അവസരങ്ങളിലൊക്കെ പകൽ പ്രസംഗിക്കാൻ കയറ്റി നിർത്തിയാലും അറിയാതെ പറഞ്ഞു പോവും, നല്ല രാത്രികാലത്തിനായി സ്തോത്രം. അത് ഇരുളുവെളിവില്ലാത്തിട്ടല്ല, നാവിന്റെ വഴക്കം അങ്ങനെ ആയിപ്പോയിട്ടാണ്. പക്ഷെ അതല്ല. ഹല്ലേലൂയ. ഒരിക്കലും ഒരുത്തൻ പ്രസംഗിക്കുന്നത് കേട്ടു, ഏലിയാവ് ഉയരത്തിലേക്ക് കയറിപ്പോയപ്പോൾ അദ്ദേഹത്തിന്റെ പുതപ്പ് താഴേക്ക് വീണു. ആ പുതപ്പ് വലിച്ചു കീറിക്കൊണ്ടാണ് എലീശ പോയത്. എന്തൊരു കഷ്ടമായതൊക്കെ. ദൈവത്തിന് സ്തോത്രം. ഒരുത്തൻ പ്രസംഗിക്കുന്നു ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുത്തൻ പ്രസംഗിക്കുന്നു അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം. എന്താ പരിജ്ഞാനത്തിന്റെ വചനം? പരിശുദ്ധൻ നൽകുന്ന പരമമായ ജ്ഞാനമാണ്, അല്ലെങ്കിൽ പരിശുദ്ധനെ കുറിച്ചുള്ള പരമമായ ജ്ഞാനമാണ് പരിജ്ഞാനത്തിന്റെ വചനം. പക്ഷേ ഒരേ ആത്മാവില, അതേ ആത്മാവില. ദയവായി ദൈവകുഞ്ഞുങ്ങൾ, ദൈവദാസന്മാരായ നമ്മളെങ്കിലും നമ്മുടെ മുമ്പിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ ശുശ്രൂഷയിലുള്ള വ്യത്യസ്തത കൊണ്ട് അവരെ വലിയ ദൈവദാസനും ചെറിയ ദൈവദാസനും ആക്കരുത്. അതേ ആത്മാവിനാൽ. എളിയ കർത്താവിന്റെ വലിയ ദാസനും ഞങ്ങളുടെ പാവപ്പെട്ട ദാസനും ഇത് പറയരുതെന്ന്. അതേ ആത്മാവിലാലാണ്. അങ്ങനെ പറയുന്നെങ്കിൽ നീ അവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ തുച്ഛീകരിക്കുകയാണ്. 9-ാം വാക്യം. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം. ഇവന് ജ്ഞാനത്തിന്റെ വചനമില്ല, പരിജ്ഞാനത്തിന്റെ വചനമില്ല, പക്ഷെ എന്തുണ്ട്? വിശ്വാസമുണ്ട്. സ്തോത്രം. പക്ഷെ ഏതാത്മാവാണ്? അതേ ആത്മാവിനാൽ. ജ്ഞാനത്തിന്റെ വചനം ജ്ഞാനത്തോടെ പ്രസംഗിച്ച ആ ദൈവദാസന്റെ മേൽ വ്യാപരിച്ച ആത്മാവിനേക്കാൾ കുറച്ചൊക്കെ സയന്റിഫിക്കലായി ശാസ്ത്രീയമായിട്ടൊക്കെ ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങളൊക്കെ നടത്തി നമ്മുടെ ചാത്തന്നൂരൊക്കെ പ്രസംഗിക്കുന്ന പോലെയുള്ള പരിജ്ഞാനത്തിന്റെ വചനങ്ങളൊക്കെ പറയുന്നവരും അവരിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവിനാൽ സ്തോത്രം വിശ്വാസം. നമ്മളെല്ലാം വിശ്വാസമുള്ളവരല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാം വിശ്വസിക്കുന്നവരാണോ? ഞാൻ വേദനയോടെ പറയട്ടെ, ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നോട് പിണങ്ങി എല്ലാവരും, ഞാൻ സത്യം പറഞ്ഞതുകൊണ്ടാണ്. എന്നാൽ വിശ്വാസത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, വിശ്വാസത്തിന്റെ ആത്മാവ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ആത്മാവ് ഒന്ന് തന്നെയാണ്. ഇനി 11-ാം വാക്യം കൂടെ, ഞാൻ അവിടെ എല്ലാം നിൽക്കേണ്ടതാണ്. 11-ാം വാക്യം വായിച്ചു മുന്നോട്ട് പോവാം. ഇതെന്തിനാ തന്നത്? എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവൻ അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ഇത് പകുത്തു തരുന്നത്. കർത്താവ് എനിക്ക് മുട്ടോളം പോലെ അങ്ങനെയല്ല, അവൻ ഇച്ഛിക്കുന്നത് പോലെ തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഇനി ആ 5-fold മിനിസ്ട്രി നമുക്ക് ഒന്നുകൂടെ നോക്കാം. 28-ാം വാക്യത്തിലൂടെ കാണുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ ഇപ്പോൾ വായിച്ചതിന്റെ 28-ാം വാക്യം. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്യുന്നു. ചോദ്യം, ആരാണ് സഭയിൽ 1-ാമത്? നിങ്ങൾ ആരെങ്കിലും വാ തുറന്ന് പറയണം. പറഞ്ഞാട്ടെ. എനിക്ക് മുഴുവൻ പോരാട്ടമുള്ളത് നമ്മുടെ ഷാജിപ്പാസോടാ. ഷാജിപ്പാസെ, ആരാണ് സഭയിൽ 1-ാമത്? ഷാജിപ്പാസ് പറഞ്ഞാട്ടെ. വചനത്തിൽ നിൽക്കുന്നവൻ ആണ് 1-ാമതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ വായിച്ചത് അങ്ങനെയല്ല. ദൈവമാണ് സഭയിൽ 1-ാമത്.
അപ്പോസ്തലൻ പറയും ഞാനാണ് ഒന്നാമത്, പ്രവാചകൻ പറയും അല്ല ഞാനാണ് ഒന്നാമത്, അല്ലെങ്കിൽ പ്രസിഡന്റ് സെക്രട്ടറി വരുമ്പോൾ ഞാനാണ് മോസ്റ്റ് ഹൈ. പക്ഷെ ദൈവവചനം പറയുന്നു ദൈവമാണ് സഭയിൽ ഒന്നാമത്. ഈ മുകളിൽ നിന്ന് താഴേക്ക് എഴുതാതെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ എന്നുള്ളത് മുകളിൽ നിന്ന് താഴേക്ക് എഴുതാതെ ഇതൊന്ന് റൗണ്ടിൽ എഴുതി നോക്കിക്കേ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ, ആരും വലുതല്ല, നടുവിൽ ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കൂ, എന്തിനാണ് ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ, വ്യത്യസ്ത ശുശ്രൂഷകളെ കൊടുക്കുകയും അവർക്ക് ഈ കൃപാവരങ്ങൾ ദൈവം നൽകുകയും ചെയ്തതെന്ന് 29ാമത് വാക്യത്തിൽ കാണാം. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിയുടെ വരം ഉണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കും. എനിക്കറിയാം ഇതിലൊക്കെ ചോദ്യം കയറി വന്നിട്ടുണ്ട്, അതിനൊക്കെ പിന്നീട് സമയമുണ്ട്, നമുക്കതൊക്കെ അന്നേരം പഠിക്കാം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ, 31ാം വാക്യം, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ. ഈ കൃപാവരങ്ങളുടെ വ്യത്യസ്തത പറഞ്ഞിട്ട് പറയുകയാണ് ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിക്കണം. അടുത്ത വാക്ക് നോക്കൂ, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഈ കൃപാവരങ്ങൾ പ്രാപിച്ചവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ പൗലോസ് പറയാണ് ഇതൊക്കെ ശ്രേഷ്ഠവരങ്ങളാണ്, എന്നാൽ അതിശ്രേഷ്ഠമായൊരു മാർഗമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് കാണിച്ചത് അടുത്ത അധ്യായത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിശ്രേഷ്ഠമായ മാർഗം? 13:1, 1 കൊരിന്ത്യർ 13:1, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, അന്യഭാഷയെക്കുറിച്ചാണ്, എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും ജ്ഞാനവും ഗ്രഹിച്ചാലും, മലകളെ നീക്കാൻ തക്ക വിശ്വാസം ഉണ്ടായാലും, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. 8ാം വാക്യം, എല്ലാം ഉതിർന്നു പോകും, പക്ഷെ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകത്തില്ല. പ്രവചനപരം നീങ്ങിപ്പോകും, ഭാഷാപരം നിന്നുപോകും, ജ്ഞാനം അത് നീങ്ങിപ്പോകും. എന്നാൽ 13ാം വാക്യത്തിൽ പറയുന്നു വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. സ്നേഹം എന്നുള്ളത് നിങ്ങൾ ഇംഗ്ലീഷിൽ നോക്കൂ, ചാരിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. സ്നേഹം എന്നുള്ളത് എന്താണ്? അവൻ ചാരിറ്റിയാണ്, ജീവകാരുണ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആരോഗ്യമുള്ള സഭയുടെ ലക്ഷണം സ്പിരിച്വൽ യൂണിറ്റി മാത്രമല്ല, സ്പിരിച്വൽ ഡൈവേഴ്സിറ്റിയുമുണ്ട്. ആത്മീയ ഐക്യം മാത്രമല്ല, ആത്മീയ വൈവിധ്യവുമുണ്ട്. ആത്മീയ വൈവിധ്യം ദൈവം നൽകുന്നത്, ആത്മീയ വൈവിധ്യം എന്തിനാണ്? ദൈവം നൽകുന്ന ഗിഫ്റ്റിലും മിനിസ്ട്രിയിലും മാത്രമാണ്. എന്തിനാണ് കൃപാവരങ്ങളും ശുശ്രൂഷയും നൽകിയത്? അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചത്. ഒന്നൊന്നായി എണ്ണി പറയാം. എഫേസ്യ ലേഖനത്തിൽ നിന്ന്, നമ്മുടെ എഫേസ്യ ലേഖനമാണല്ലോ പഠിക്കുന്നത്. ഇത് ആഴത്തിലുള്ള ഒരു പഠനമായതുകൊണ്ടാണ് ഇത്തരം വേദഭാഗങ്ങൾ കൂടെ കോട്ട് ചെയ്ത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് കൃപാവരവും ശുശ്രൂഷയും ഒക്കെ നമുക്ക് നൽകിയത്? എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. 4:12. ഒന്നാമത്, നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് കൃപാവരം തന്നത്? നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള കൃപാവരത്തിൽ വളരാൻ വേണ്ടിയാണ്. വളരുക എന്ന് പറയുമ്പോൾ എങ്ങനെ വളരണമെന്നുള്ളൊരു വിഷയമാണ്. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരണം, മറ്റുള്ളവരെ ചവിട്ടി മെതിച്ചുകൊണ്ട് വളരാൻ നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരണം. ഇനി എത്രത്തോളം വളരാം? ക്രിസ്തു എന്ന തലയോളം. അത് നോക്കൂ, 12ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം നമുക്ക് വളരാം. നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനം ക്രിസ്തുവിന്റെ പുരുഷത്വത്തിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കാൻ വേണ്ടിയാണ് നമുക്ക് ദൈവം കൃപാവരം നൽകിയത്. അവരെ ആ നിലയിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ പക്കൽ ദൈവം ഈ കൃപാവരം നൽകിയത്. എന്തിനു വേണ്ടിയാ കൃപാവരം? 13ാം അധ്യായം, 13ാം വാക്യം, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിലുള്ള ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ കൂട്ടായ്മകളിൽ അവന്റെ യഥാസ്ഥാനത്തല്ലാതെ അസ്ഥാനത്തായി പോയ ജീവിതങ്ങളുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട്. ദൈവം നിനക്കൊരു കൃപാവരം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശം അവരെ യഥാസ്ഥാനത്താക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ശുശ്രൂഷ ആ രീതിയിൽ വ്യതിചലിക്കണം. പ്രൈസ് ദി ലോർഡ്. 13ാം വാക്യത്തിന്റെ 2ാം സെന്റൻസിൽ 3ാമത്തെ കാര്യം പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർധനയ്ക്ക് വേണ്ടിയാ ഈ കൃപാവരങ്ങളൊക്കെ തന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയിൽ ഉള്ള ജനങ്ങളെല്ലാം ആത്മിക വർധനവ് പ്രാപിക്കണം.
നാലാം കാര്യം ഞാൻ പറയാം 14 വാക്യത്തിലാണ്. മനുഷ്യന്റെ ചതിയിലും ഉപായത്തിലും തന്ത്രങ്ങളിലും കുടുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് അനേക സഭകളിൽ, അനേക കൂട്ടായ്മകളിൽ മനുഷ്യന്റെ ചതിയിലും ഉപായത്തിലും തന്ത്രങ്ങളിലും കുടുങ്ങിപ്പോവുകയാണ് ആയിരക്കണക്കിന് ആൾക്കാർ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് കൃപാവരങ്ങൾ തന്നത്. ഇനി 14ന്റെ 2ാം സെന്റൻസ് നോക്കൂ. 5ാമത്തെ കാര്യം കാണാം. ദുരുപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലാതിരിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കൃപാവരം തന്നത് എന്തിനാണെന്നെങ്കിലും കൃപാവരം പ്രാപിച്ച നാം മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദുരുപദേശത്തിന്റെ ഓരോ കാറ്റിങ്ങോട്ട് വരുമ്പം അതാടാ ശരി, ഇങ്ങോട്ടൊരു വേറൊരു ഉപദേശത്തിന്റെ കാറ്റ് വരുമ്പോൾ അതായിരിക്കും ശരി, അയ്യോ ഞങ്ങളുടെ ഉപദേശിയേക്കാൾ അതാണ് ശരി. ഇങ്ങനെ ഉഴന്ന് അഴലാതിരിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ആത്മീയ പക്വത. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ അവർക്ക് പ്രയോജനപ്പെടണം. നമ്മുടെ പോക്കറ്റ് നിറഞ്ഞില്ലെങ്കിലും ജനത്തിന് പ്രയോജനപ്പെടണം. അടുത്ത കാര്യം എന്താ? നമ്മൾ മുമ്പേ വായിച്ചു, ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ഏകീകരണ പദമാണ്. എന്തിനായി കൃപാവരം തന്നത്? ആത്മാവിന്റെ പ്രകാശനം എന്തിനാണ്? പൊതുജനത്തിന് പ്രയോജനപ്പെടുവാനാണ്. എഫെസ്യർ 4:16 തുടർന്ന് വായിച്ചാട്ടെ. ശരീരത്തിൽ ഈ ആത്മാവിന്റെ ഐക്യതയെക്കുറിച്ച് പറയുകയാണ്. സ്പിരിച്വൽ യൂണിറ്റി. ശരീരത്തിൽ അവയവങ്ങൾ പലതാണെങ്കിലും ശരീരം ഒന്നാണല്ലോ. ഇതാണ് വൈവിധ്യത്തിലെ ഐക്യം. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിലെ അവയവങ്ങൾ പലതാണ്, പക്ഷെ ശരീരം ഒന്നാണല്ലോ. ഇതാണ് ശരിക്കും വൈവിധ്യത്തിലെ ഐക്യം. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷകളിലും കൃപാവരങ്ങളിലും വ്യത്യാസമുണ്ടെങ്കിലും ഉദ്ദേശം ഒന്നേ ഉള്ളൂ. വ്യത്യസ്ത കൃപാവരങ്ങളും വ്യത്യസ്ത ശുശ്രൂഷയുമാണ് ദൈവം നമുക്ക് തന്നതെങ്കിലും തന്ന ദൈവത്തിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താണ് ആ ഒറ്റ ഉദ്ദേശം? എന്താണ് കൃപാവരങ്ങളുടെ ഇന്റൻഷൻ? സഭാജനങ്ങളെല്ലാം പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക, ക്രിസ്തു പരിജ്ഞാനത്തിൽ നിറയുക. സ്പിരിച്വൽ ഡൈവേഴ്സിറ്റി എന്താണ്? കൃപാവരങ്ങളുടെ വ്യത്യസ്തത. പൗലോസ് പറയുന്നു, കൈയുടെ ജോലി അല്ല കാലിൻ്റേത്. 1 കൊരിന്ത്യർ 12:15. ഞാൻ കൈയല്ലാത്തത് കൊണ്ട് ശരീരത്തിന്റെ ഭാഗമല്ലെന്ന് കാല് പറയരുത്. എന്റെ കുട്ടികളെ, ചെവിക്ക് കാണണമെങ്കിൽ കണ്ണിന്റെ സഹായം വേണം, കണ്ണിന് കേൾക്കണമെങ്കിൽ ചെവിയുടെ അടുക്ക ചെല്ലണം, കൈക്ക് നടക്കണമെങ്കിൽ കാലിന്റെ സഹായം വേണം, കാലിന് വല്ലതൊന്നും എടുക്കണമെങ്കിൽ കൈയുടെ അടുക്ക ചെല്ലണം. ഇതാണ് ആത്മീയമായ സഹവർത്തിത്വം അഥവാ സ്പിരിച്വൽ ഡൈവേഴ്സിറ്റി. സഭാജനങ്ങളിൽ ആരും ആരെയും എൻ്റെ പ്രിയപ്പെട്ടവരെ വില കുറച്ച് കാണരുതെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുക. എന്നാൽ കൃപാവരങ്ങളിലും ശുശ്രൂഷയിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ദൈവം അനുവദിച്ചത് എന്തിനാ? യേശുവിൻ്റെ ശരീരമാകുന്ന സഭയെ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. ശൈശവത്വത്തിൽ നിന്നും പുരുഷത്വത്തിലേക്കുള്ള വളർച്ച. എഫെസ്യ ലേഖനത്തിന് 4-ാം അധ്യായത്തിൽ അത് പറയുന്നു. 4:14 പറയുന്നു, നിങ്ങൾ ശിശുക്കളാകരുത്. പിന്നെയോ 4:12 പ്രായത്തിന്റെ സമ്പൂർണത പ്രാപിക്കണം. ശിശുക്കളാകരുത്, ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ സമ്പൂർണത പ്രാപിക്കണം. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അവകാശിയാണ്, സർവ്വത്തിനും യജമാനാണെങ്കിലും നീ ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. നമുക്കറിയാം, ദാസന് അവകാശമൊന്നുമില്ല, കൂലിയേ ഉള്ളൂ. പുത്രനാണ് എല്ലാത്തിനും അവകാശി. ദൈവകുടുംബത്തിലെ അംഗങ്ങളായ ദൈവിക പുത്രത്വത്തിന്റെ ഓഹരിക്കാരായ പ്രിയപ്പെട്ടവരെ, നീ ദാസനല്ല, നീ പുത്രനാണ്, നീ സകലത്തിൻ്റെയും ഉടമയാണ്, അവകാശിയാണ്. ഇൻഫൻസി മാറിയേ പറ്റൂ, നമുക്ക് മെച്ചൂരിറ്റിയിലേക്ക് വരണം. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ആടി ഉലയാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. അതാണ് ആത്മീയ പക്വത, സ്പിരിച്വൽ മെച്ചൂരിറ്റി. പ്രൈസ് ദി ലോർഡ്. ആത്മീയ പക്വത പ്രാപിച്ചവൻ അതും ഇതും കേട്ടുകൊണ്ട് ചഞ്ചലിച്ചു പോകത്തില്ല. ശിശുവാണെങ്കിലോ എന്ത് കണ്ടാലും എടുത്ത് വായിലിടും. അത്രേ കിട്ടിയാലും എടുത്ത് വായിലിടും. രക്ഷിക്കപ്പെട്ടിട്ട് 40 കൊല്ലമായി, പക്ഷെ കാണുന്നതെല്ലാം ഇന്നും എടുത്ത് വായിലിടുന്നുണ്ടെങ്കിൽ നീ ശിശുവാ. പ്രൈസ് ദി ലോർഡ്. കൺവെൻഷൻ എന്ന പേരിൽ മൈതാനങ്ങൾ കേന്ദ്രമാക്കി വിതരണം ചെയ്യുന്ന ഏത് ഭാഷാണവും ഓടി നടന്ന് വാങ്ങിക്കും. സുവിശേഷങ്ങൾക്ക് തീർച്ചയായും നാം പോകണം. എന്നാൽ കേൾക്കുന്നത് അങ്ങനെ തന്നെയോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം വേണം ഉൾക്കൊള്ളാൻ, വിഴുങ്ങാൻ. ദൈവത്തിന് സ്തോത്രം. ശിശുവിന് ബലമില്ലാത്ത ചുവടുകളാണ്, അതാ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നത്. നമ്മൾ എത്ര പേര് ശിശു ഉണ്ടെന്നുള്ളത് ഈ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കണം. ആത്മീയ ശൈശവത്വം
ഇൻഫൻസി. അല്പം പോലും ചിന്തിക്കാതെ തീയിൽ വരെ കയറി പിടിച്ചു കളയും. കാരണം വിവേചനപരമില്ല. ശിശുവിൻ്റെ ഇടപാടാണ്. അഷ്ടമുടിക്കായലിലെ വെള്ളത്തിൽ വീണ് ഒത്തിരി പേര് ചത്തിട്ടുണ്ട്. പക്ഷെ ശിശുവിന് ബക്കറ്റിലെ വെള്ളം ധാരാളമാണ് ചാകാൻ. സങ്കീർണമായ പ്രശ്നമൊന്നും വേണ്ടെന്ന് ഇവൻ ആത്മഹത്യ ചെയ്യാൻ. അത് ചെറിയ കാര്യം മതി. കാരണം എന്താണ്? ആത്മീയ പക്വതയിലേക്ക് വന്നിട്ടില്ല. എത്ര വലിയ ചർച്ച നടന്നാലും, വലിയ പൂനാ കരാറിനെ കുറിച്ച് സംസാരിച്ചാലും അതൊന്നും ശ്രദ്ധിക്കാതെ ശിശു ആയവൻ കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ എഫേസ്യ ലേഖനം പഠിപ്പിക്കുമ്പോഴും മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരില്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? ഇൻഫൻസിയാണ്, മെച്യൂരിറ്റി ഇല്ല. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നതോടെ എനിക്കൊത്തിരി ചിരി വന്നു. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും കാണുന്നു എന്ന് പറഞ്ഞാൽ അംഗൻവാടി ആയതുകൊണ്ടാണ്. അവളെൻ്റെ പെൻസിലൊടിച്ച്, എൻ്റെ ബുക്ക് കീറി, ടീച്ചറെ ഇവളെന്നെ ഞുള്ളി. അംഗൻവാടിയാ. പക്ഷെ മാറിവാരിയോസ് കോളേജിൽ ഇതൊന്നുമില്ല. പലയിടങ്ങളും ആമേൻ 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 അംഗൻവാടിയാണ്. അതല്ലേ? ഒന്ന് സ്വോത്രം ചെയ്താട്ടെ, ഒന്നുകൂടെ സ്തുതിച്ചാട്ടെ, നല്ലത്. ഞങ്ങളിത് പറഞ്ഞ് ഊപ്പാട് വരിക. കാരണം ഇവരാരും എന്ത് ചെയ്യുന്നില്ല? ആത്മീയ ശൈശവത്വത്തിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരുന്നില്ല. പലതും ബാലവാടിയായി അതപ്പതിച്ചിരിക്കുകയാണ്. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാ, സീനിയോറിറ്റി നോക്കിയാൽ ടീച്ചേഴ്സ് ആകേണ്ടവരാ. പക്ഷെ ഇൻഫൻസി മാറിയിട്ടില്ല. യേശു കർത്താവ് ഈ പിന്മാറിപ്പോയ ശിഷ്യന്മാരെ വിളിച്ചൊരു പേരുണ്ട്, കുഞ്ഞുങ്ങളെ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് വിളിക്കുന്നത്. കുഞ്ഞുങ്ങളെ ദയവായി ഞാൻ ആ അർത്ഥത്തിലല്ല വിളിക്കുന്നത് കേട്ടോ. യേശു കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചതിനെ നാക്പിയോസ് എന്നൊരു പദമാണ്, പെട്ടെന്ന് ഓർമ്മയിൽ വന്നപ്പോൾ പറഞ്ഞതാ. നാക്പിയോസ് എന്നൊരു പദമാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ നാക്പിയോസ്. ഈ നാക്പിയോസ് എന്ന പദത്തിൽ നിന്നാണ് നാഗ്പിൻ എന്നുള്ള പദം വരുന്നത്. ഈ നാഗ്പിൻ ധരിക്കുന്ന ആരാ? അസഭ്യമാണെന്ന് പറയരുത്. ചന്തിയിലെ മഞ്ഞൾ മാത്രം മാറാത്ത പിള്ളേരാണ് ഈ നാഗ്പിൻ ധരിക്കുന്നത് അല്ലേ? ഈടെ 3.5 കൊല്ലം കൂടെ നിന്ന് ദൈവകൃപയെ ആലോചിച്ചിട്ടും പിന്മാറിപ്പോയ പുള്ളികളെ വിളിച്ചതാണ് നാപ്പിയോസേ, കുഞ്ഞുങ്ങളെ ഊട്ടാൻ വല്ലതും ഉണ്ടോ? നമ്മളെ അങ്ങനെ വിളിക്കരുതേ പ്രിയപ്പെട്ടവരെ. ദൈവമെല്ലാവരെയും നിങ്ങൾ ആത്മീയ പക്വതയിലേക്ക് നടത്തട്ടെ. ഇൻഫൻസി മാറണം, തികഞ്ഞ പുരുഷത്വത്തിലേക്ക് വരണം. പ്രിയരെ, ദൈവം നമ്മെ ഏൽപ്പിച്ച 5 വിധ ശുശ്രൂഷ. ആ ശുശ്രൂഷയുടെ എല്ലാം ഉദ്ദേശം സഭാജനത്തെ ആത്മീയ പക്വതയിലേക്ക് നടത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ഇതുവരെ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം. അതല്ലേ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്? 1:28 ഏത് മനുഷ്യരെയും, ഞാൻ സ്പീഡിലല്ല പോകുന്നത്, പതിയല്ലേ, ഇത് ഞാൻ ആമ എഴയുന്ന പോലെ എഴഞ്ഞാ പറയുന്നേ. എനിക്കിങ്ങനെ പാൻ അറിയത്തില്ല. എന്നെ ഇന്നും നമ്മുടെ പ്രിൻസിപ്പൾ വിളിച്ച് താക്കീത് ചെയ്തു, പയ്യെ പോകണം. പ്രൈസറോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാക്കൽറ്റിയേക്കും സണ്ണി സാറ് വിളിച്ച് പറഞ്ഞു, പയ്യെ പോകണം, ഏങ്ങി വലിച്ചിട്ടും അങ്ങ് ഓടുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്തോ ചെയ്യാനാ, ശീലിച്ചു പോയതാ. ആമേൻ, സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിക്സും വരട്ടി തന്ന് ഇങ്ങനെ തിരുമി ഒഴിഞ്ഞൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് പറയാ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. കൊലോസ്യർ 1:28 എന്താണ് പറഞ്ഞത്? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. അതാ നമ്മുടെ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. പലവിധേനെ സമയം തികച്ചിട്ട് അവിടുത്തെ ഭക്ഷണവും കഴിച്ച് കാശ് മേടിച്ചുകൊണ്ട് പോവല്ല. നമ്മുടെ മുമ്പിൽ നിന്ന് വചനം കേട്ട വ്യക്തി ഒരു പ്രാവശ്യമേ വചനം കേട്ടുള്ളെങ്കിലും കേട്ട വചനത്തിലൂടെ ക്രിസ്തുവിലെ തികവിലേക്ക് അവനെ വരുത്തണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചെന്താണ്? 1-ാം അധ്യായത്തിൽ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. 2-ാം അധ്യായത്തിൽ സഭ ക്രിസ്തുവിന്റെ മന്ദിരമാണ്. 3-ാം അധ്യായത്തിൽ സഭ മർമ്മമാണ് അഥവാ മാർമിക രഹസ്യമാണ്. 4-ാം അധ്യായത്തിൽ സഭ പുതുമനുഷ്യനാണ്. 5-ാം അധ്യായത്തിൽ സഭ മണവാട്ടിയാണ്. 6-ാം അധ്യായത്തിൽ സഭ പോരാളിയാണ്. ശ്രദ്ധിക്കൂ, 5-ാം അധ്യായത്തിൽ സഭ മണവാട്ടിയാണ്. 5-ാം അധ്യായത്തിൽ കുടുംബ ബന്ധങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് സഭയെ മണവാട്ടി എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് ചിത്രീകരിക്കുന്നത്. വിവാഹം എന്ന ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ഈ മർമ്മം വലിയതാണ്. ഞാൻ ക്രിസ്തുവിനെ സഭ ഉദ്ദേശിച്ചാ പറഞ്ഞത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ കല്യാണം വീട്ടിൽ ഇതെന്തിനാ പറഞ്ഞത്? ചെറുക്കനും പെണ്ണുവിരിക്കുമ്പോൾ ഇതെല്ലാം വായിച്ച് കേൾപ്പിച്ചിട്ട് പറയും, നിങ്ങളെ ഉദ്ദേശിച്ചല്ല ഞാനീ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെയും സഭ. അതൊരു വലിയ മാർമിക രഹസ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മർമ്മം വലിയത്. 5:32 എഫേസ്യർ 5:32 ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശത്തിലേ പറയുന്നു. മണവാട്ടിയായ സഭ, ഊനമില്ലാത്ത നിർമ്മല കന്യക. മണവാളനായ ക്രിസ്തു, അവനൊപ്പം പറയാൻ ഒരാളുമില്ല.
പ്രൈസ് ദി ലോർഡ്. 5:26-27 നോക്കൂ. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആരും കർത്താവിനെ പിടിച്ചു ക്രൂശിച്ചതല്ല, ഏൽപ്പിച്ചു കൊടുത്തതാ. ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി. ആർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു? എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. മണവാട്ടിയെ നേടാൻ, മണവാട്ടിയായ നിന്നെയും എന്നെയും നേടാൻ സ്വന്തം ജീവൻ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. സ്വന്തം പ്രാണൻ ഏൽപ്പിച്ചു കൊടുത്ത മണവാളനെയാണ് നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനിടയ്ക്ക് ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ ഫോണിൽ കാണുന്നുണ്ട്. ക്ലിയർ ആണോ മക്കളെ? മണവാട്ടിയെ നേടാൻ വേണ്ടി, അല്ലെങ്കിൽ എന്നെയും നിങ്ങളെ നേടാൻ വേണ്ടി മണവാളൻ സ്വന്തം ജീവൻ ഏൽപ്പിച്ചു കൊടുത്തു, സ്വന്തം പ്രാണൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയുള്ള മണവാളനെയാ നാം സ്നേഹിക്കുന്നത്. പുതിയ നിയമസഭ മാളിക മുറിയിൽ ഉടലെടുക്കുന്നതിന് 800 സംവത്സരം മുമ്പ് യഹോവയായ ദൈവം പറഞ്ഞു, ഹോശേയ-പ്രവചനത്തിലാണ് 2:19, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും, നീതിയോടും ന്യായത്തോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഹോശേയ-പ്രവചനം 2:19. മണവാട്ടി ഉടലെടുക്കുന്നതിന് 800 വർഷം മുമ്പ് ഹോശേയിലൂടെ മഹാദൈവം പറഞ്ഞതാണ്, ഞാൻ എൻ്റെ മകന് ഹല്ലേലൂയ ഒരു മണവാട്ടിയെ വിവാഹത്തിന് നിശ്ചയിക്കും. ഒന്നാമത്തെ ആദാമിന്റെ വിലാപ്പുറത്ത് നിന്ന് അവന്റെ മണവാട്ടിയെ പുറത്തു കൊണ്ടുവന്ന ദൈവം ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് നിന്ന് സഭയാകുന്ന മണവാട്ടിയെ പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനുശേഷം പൗലോസിന്റെ കാലത്തേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യ ലേഖനം 11:2 പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. 800 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് പറഞ്ഞ കാര്യം ഇവിടെ സാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് പറഞ്ഞു, ഞാൻ വിവാഹ നിശ്ചയം ചെയ്യും, വിവാഹത്തിന് നിശ്ചയിക്കും. ഇവിടെ പൗലോസ് പറയാണ്, ഒരമ്മാവന്റെ സ്ഥാനത്ത് കയറി നിന്നിട്ട് പറയാ, ഞാൻ നിങ്ങളെ വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷൻ, അത് പ്രത്യേകം ബ്രാക്കറ്റിൽ ഓർത്തോണം കേട്ടോ. നീ ഒത്തിരി പുരുഷനൊന്നും അല്ല നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ, എൻഗേജ്മെന്റ് കഴിഞ്ഞു, മാരേജ് നടക്കാൻ പോവുകയാണ്. അതെപ്പോ നടക്കും? നമ്മുടെ മണവാളൻ വരുമ്പോൾ നടക്കും. ഇതിനിടെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്. സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ വായിച്ചതിന്റെ 2ാം ഭാഗമാണ് 2 കൊരിന്ത്യ ലേഖനം 11:3-4 വാക്യങ്ങളാണ്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിർമ്മല കന്യക, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യക, ക്രിസ്തു എന്ന ഏകപുരുഷന് മണവാട്ടിയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യക ചതിക്കപ്പെടുന്ന വിധം അതിൻ്റെ അടുത്ത വാക്യത്തിലുണ്ട്, 4ാം വാക്യത്തിലുണ്ട്. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം, നിങ്ങൾ സഹിക്കുന്നത് അത്ഭുതമായിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ഒരുത്തൻ വന്നിട്ട് പ്രസംഗിയാണ്, പക്ഷെ അത് ഞങ്ങൾ പ്രസംഗിച്ച യേശുവിനെ അല്ല, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത മറ്റൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ സഹിക്കുന്ന എനിക്ക് അത്ഭുതമാണ്, ഞാനാണെ സഹിക്കത്തില്ലെന്ന. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഒരുവൻ നിങ്ങളെ അടിച്ചുകൊണ്ടാൽ നിങ്ങൾ പൊറുക്കുന്നുവല്ലോ, ആ വിഷയത്തിൽ ഞാൻ ബലഹീനനായിരുന്നു നാണം കെട്ട് പറയുന്നു. മനസ്സിലായോ പറഞ്ഞതിൻ്റെ ആശയം? നിങ്ങളെ ഒരുത്തൻ അടിച്ചാൽ നിങ്ങളത് പൊറുക്കും, പക്ഷേ ആ വിഷയത്തിൽ ഞാൻ ബലഹീനായിരുന്നു എന്ന് നാണം കെട്ട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകാത്തതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഇവിടെ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവർ, മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവർ, വേറൊരു ആത്മാവുമായി വരുന്നവർ, ഇവരാണ് നമ്മളെ ചതിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വിവാഹ നിശ്ചയത്തിന്
വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹ ദിവസം മണവാളൻ വരുന്ന ആർപ്പുവിളി കാത്തിരിക്കുന്ന നിർമ്മല കന്യകയെ ചതിക്കുന്നത് ഇങ്ങനെയാണ്. മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് വരും, മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് വരും, വേറൊരു ആത്മാവുമായി വരും. വിശ്വാസികളുടെ കോൺസെൻട്രേഷനെ, ഏകാഗ്രതയെ, പ്യൂരിറ്റിയെ, നമ്മുടെ നിർമ്മലതയൊക്കെ നഷ്ടപ്പെടുത്താൻ വേണ്ടി എൻഗേജ്മെന്റിനും മാരേജിനും ഇടയിലുള്ള ഈ കാലത്ത് ഊടാടി സഞ്ചരിക്കുന്ന വ്യക്തികളും അവരിൽ വ്യാപരിക്കുന്ന ശക്തികളുമുണ്ട്. നാം അവരെ സൂക്ഷിക്കണം. നാം പലപ്പോഴും വ്യക്തികളെ മാത്രമാണ് കാണുന്നത്, പക്ഷെ അവരിൽ വ്യാപരിക്കുന്ന ശക്തിയെ കാണുന്നില്ല. മറ്റൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, മറ്റൊരു യേശു. ദൈവത്തിന് സ്തോത്രം. ഇത് പൈശാചിക ചതുരംഗപ്പടയെക്കുറിച്ചുള്ള വിഷയമാണ്. പിന്നീട് നമുക്ക് ദൈവം അനുവദിച്ചാൽ അത് പഠിക്കാം. സഭ ഈ പ്യൂരിറ്റി നഷ്ടപ്പെടുത്തുന്നതിനെയാണ് അപ്പോസ്റ്റസി എന്ന് പറയുന്നത്, അഥവാ വിശ്വാസത്യാഗം എന്ന് പറയുന്നത്. തെസലോനിക്ക ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആരും നിങ്ങളെ ഏതു വിധേനയും ചതിക്കരുത്. ചതിക്കുന്ന വിധങ്ങളായി പറഞ്ഞത് മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ്. 2 തെസലോനിക്കർ 2:3. ആരും നിങ്ങളെ ഏതു വിധേനയും, അവിടെ ഉണ്ട്, ഈ 3 ഉണ്ട്. ഏതു വിധേനയും ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. പ്രൈസ് ദി ലോർഡ്. സഭ ഈ പ്യൂരിറ്റി നഷ്ടമാക്കിയാൽ അവിടെയാണ് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം സംഭവിക്കുന്നത്. വിശ്വാസത്യാഗം പൂർണ്ണമാകുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവചനം നമ്മൾ നോക്കുമ്പോൾ ഈ 3-ാം അധ്യായത്തിൽ തന്നെ 7 പ്രാവശ്യം പഴയ നിയമസഭയുടെ വിശ്വാസത്യാഗം വ്യക്തമാക്കുന്നുണ്ട് യിരെമ്യാവ്. 7 പ്രാവശ്യം. ഞാൻ റെഫറൻസ് ഒന്ന് പറയാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്താട്ട്. വായിക്കാൻ നമ്മുടെ മുമ്പിൽ സമയത്തല്ലോ. യിരെമ്യാവ് 3:6, 3:7, 8, 11, 12, 14, 22. ഈ 7 വാക്യങ്ങളിൽ വിശ്വാസത്യാഗത്തെക്കുറിച്ച്. അപ്പോൾ ഒരു കാര്യമുണ്ട്, 6 പ്രാവശ്യവും വിശ്വാസത്യാഗമെന്ന് പറഞ്ഞിട്ട് 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസപാതകമെന്ന. ഓർക്കം വരുന്നുണ്ടോ? ഓർക്കം വരുന്നില്ല. അവിടെ നിന്നുകൊണ്ട് മറ്റാരും കാണുമെന്ന് ചിന്തിക്കേണ്ട, ഒരു അല്ലേലിയയിലും പറ, ഉറക്കമൊക്കെ മാറട്ടെ. എനിക്കറിയാം ഇത് ഇച്ചിരി ഈ നമ്മളെയൊക്കെ ഉറക്കുന്ന വിഷയമായി പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നില്ലെന്ന് അറിയാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഒരു ചലനാത്മകത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 6 പ്രാവശ്യം വിശ്വാസത്യാഗമെന്നും 7-ാം വാക്യത്തിൽ 1 പ്രാവശ്യം വിശ്വാസപാതകമെന്നും പറഞ്ഞിരിക്കും. എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം? പറയാം. ഭർത്താവിനെ വിട്ട് ജാരന്മാരുടെ പിന്നാലെ പോയവളാണ് വിശ്വാസത്യാഗിനി. ക്രിസ്തു എന്ന ഏകപുരുഷനെ വിട്ട് നീ പുണ്യാളത്തിന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നീയാണ് വിശ്വാസത്യാഗിനി. പ്രൈസ് ദി ലോർഡ്. ഇനി ഭർത്താവിനോടൊപ്പം കഴിയുമ്പോൾ തന്നെ ജാരനെ പ്രാപിക്കുകയും പതിവ്രതയെന്ന് അഭിനയിക്കുകയും ചെയ്യുന്നവളാണ് വിശ്വാസപാതകി. സകല പുണ്യവാളന്മാരുടെയും മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഞായറാഴ്ച ആലയത്തിൽ വന്നിട്ട് പാടും, നീ മാത്രം മതി, എന്താ കണ്ടോ? അത് പാടുന്നതാണ് വിശ്വാസപാതകം. വെളിപ്പാട് പുസ്തകത്തിൽ വിശ്വാസത്യാഗവും വിശ്വാസപാതകവും സംഭവിച്ച എഫേസോസ് തുടങ്ങിയ 7 സഭകളുടെ ദയനീയ ചിത്രം പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന് വിശ്വാസത്യാഗവും വിശ്വാസപാതകവും സംഭവിച്ച എഫേസോസ് തുടങ്ങിയുള്ള 7 സഭകളുടെയും ദയനീയമായ ചിത്രം നമുക്കവിടെ കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 1:11 ഈ 7 സഭകളുമുണ്ട്. എന്താണ്, ഏതൊക്കെയാണ് പറയാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം പറയും. എഫെസോസ്, മുർന, പെർഗമോസ്, തുയഥൈര, സർദിസ്, ഫിലദൽഫിയ, ലവോദിക്കിയ, അങ്ങനെ 7 സഭകൾ. ഈ 7 സഭകളിലും കാലാകാലങ്ങളിൽ ആത്മീയ മൂല്യച്യുതി സംഭവിച്ചു. വിശ്വാസപാതകവും വിശ്വാസത്യാഗവും സംഭവിച്ചു. ഇവിടെ പറയുന്ന 7 സഭകൾ 7 സഭാ കാലഘട്ടങ്ങളെ കാണിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, 7 സഭകൾ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്നുവരെയുള്ള സഭയുടെ 7 പീരീഡുകളെ കാണിക്കുന്നതാണ്, 7 കാലഘട്ടങ്ങളെ കാണിക്കുന്നതാണ്. എന്നെ ശ്രദ്ധിക്കണം, ദയവായി ശ്രദ്ധിക്കണം. AD 33 മുതൽ 100 വരെയാണ് എഫേസോസ് സഭ നിലനിന്നിരുന്ന കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. AD 33 മുതൽ 100 വരെ. അതിനെ അപ്പോസ്തോലിക കാലഘട്ടം എന്ന് പറയാം. അന്ന് തന്നെ വിശ്വാസത്യാഗം സംഭവിച്ചു.
അങ്ങ് തന്നെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. എന്നാൽ കാലഘട്ടം മുന്നോട്ട് വരുമ്പോൾ AD 100 മുതൽ AD 312 വരെ സ്മുർണ സഭയുടെ കാലഘട്ടമാണ്. സ്മുർണ രക്തസാക്ഷികൾ ദൈവസഭയിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്ന കാലം. നീറോ, ഡൊമീഷ്യൻ, വെസ്പേഷ്യൻ തുടങ്ങിയ ഭരണാധികാരികൾ ക്രൈസ്തവരെ കൊന്നൊടുക്കിയ കാലം. അതാണ് AD 100 മുതൽ 312 വരെയുള്ള കാലം. അത് സ്മുർണ സഭയുടെ കാലമാണ്. AD 312 മുതൽ 590 വരെ പെർഗമോ സഭയുടെ കാലമാണ്. ദുരുപദേശം മൊത്തമായി സഭയിലേക്ക് കടന്നു വന്ന കാലം. അതാണ് മാനസാന്തരപ്പെടാതെ രാജാവായ, പേര് മറന്നുപോയല്ലോ, എന്താണ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഒരു രാജാവ്, പറയൂ, കോൺസ്റ്റന്റൈൻ, കുസ്തന്തീനോസ് മാനസാന്തരപ്പെടാതെ ദൈവസഭയിലേക്ക് കടന്നു വന്നു. ആരോ പറഞ്ഞു തന്നു എന്നെ സഹായിച്ച ദൈവദാസനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ റോമിന്റെ 4 അതിർത്തിയിലുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും, പ്രൈസ് ദി ലോർഡ്, ക്രൈസ്തവ സഭയിലേക്ക് ചേക്കേറി. ക്രൈസ്തവ സഭ അതുവരെയും പീഡനത്തിലൂടെയാണ് കടന്നുപോയതെങ്കിൽ ഈ കോൺസ്റ്റന്റൈന്റെ മാനസാന്തരത്തോടെ അദ്ദേഹം ക്രൈസ്തവ സഭയെ രാഷ്ട്രത്തിന്റെ മതമായി അംഗീകരിച്ചു. അതോടുകൂടി പ്രൈസ് ദി ലോർഡ് എല്ലാ മതത്തിലുള്ളവരും വന്നു, പക്ഷെ മാനസാന്തരപ്പെട്ടിട്ടില്ല. ആ കാലഘട്ടമാണ് ദൈവത്തിന് സ്തോത്രം AD 312 മുതൽ 590 വരെയുള്ള പെർഗമോസ് സഭാകാലം, പെർഗമോസ് സഭയുടെ പീരീഡ്. ദുരുപദേശം മൊത്തമായി കടന്നുകൂടിയ കാലഘട്ടം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി നമ്മൾ ദാനിയേൽ പ്രവചനത്തിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ മ്യൂട്ട് മാറ്റിക്കഴിഞ്ഞാൽ കൂർക്കമ്പലി എനിക്കിവിടെ കേൾക്കാൻ സാധിക്കും. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. അടുത്തത് എന്താണ്? 590 മുതൽ AD 590 മുതൽ ക്രിസ്തുവിന് ശേഷം 590 മുതൽ 1517 വരെയുള്ള കാലം. അതാണ് തുയഥൈര സഭാ പീരീഡ്. തുയഥൈര സഭാ പീരീഡ്. ഇതിനെ മധ്യകാല സഭ ഇരുളടഞ്ഞ കാലം എന്നാണ് പറഞ്ഞത്. ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഒരു ഇരുളടഞ്ഞ കാലം ഉണ്ടായിരുന്നു. അതേതാണ്? ഡാർക്ക് ഇയേഴ്സ് ഓഫ് ഇസ്രായേൽ ഹിസ്റ്ററി. മത്തായിക്കും മലാഖിക്കും ഇടയിലുള്ള ഒരു 400 വർഷം പഴയ നിയമ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഇരുളടഞ്ഞ കാലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാരില്ലാത്ത, അരുളപ്പാടില്ലാത്ത ഒരു കാലം. അതുപോലെ ദൈവത്തിന് സ്തോത്രം AD 590 മുതൽ 1517 വരെ തുയഥൈര സഭാ പീരീഡിലും മധ്യകാല സഭ ഇരുളടഞ്ഞു കിടക്കുക. യാതൊരു ഉണർവില്ലായിരുന്നു. ഒരു അരുളപ്പാടും ദൈവസഭയിൽ നിന്നൊന്നും ലോകത്തിന് കിട്ടിയില്ല ആ കാലഘട്ടം. എന്നാൽ അതിനുശേഷം AD 1517 മുതൽ 1750 വരെ സർദിസ് സഭയുടെ കാലമാണ്. നവീകരണ കാലഘട്ടം. മാർട്ടിൻ ലൂതറും മറ്റും, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദീപശിഖയുമായി, സുവിശേഷത്തിന്റെ ദീപശിഖയുമായി എഴുന്നേറ്റപ്പോൾ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കാണുവാൻ ഇടയായിത്തു. അതാണ് AD 1517 മുതൽ 1750 വരെയുള്ള കാലഘട്ടം സർദിസ് സഭയുടെ കാലമാണ്. നവീകരണ കാലഘട്ടമെന്ന് അതിനെ പറയും. തുടർന്ന് AD 1750 മുതൽ 1900 വരെ എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 100 കൊല്ലം മുമ്പ് വരെ, 1750 മുതൽ 1900 വരെ ഫിലദൽഫിയ കാലഘട്ടമാണ്. വീണ്ടും സഭയിൽ ഉണർവ് ആളിക്കത്തിയ കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പറയും പെന്തക്കോസ് IPCക്ക് 108 വർഷമായെന്നൊക്കെ പറയും. അപ്പൊ അതിന് മുമ്പുള്ള കാലം. പൂവത്തൂർ ഉണർവൊക്കെ നമുക്ക് പറയാം. പ്രൈസ് ദി ലോർഡ്. മാരാമൺ ഉണർവൊക്കെ നമുക്ക് പറയാം. മാവേലിക്കര ഉണർവൊക്കെ നമുക്ക് പറയാം. നമ്മുടെ ജീവിതത്തിൽ വലിയ ഉണർവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1750 മുതൽ 1900 വരെ ഫിലദൽഫിയ കാലഘട്ടമാണ്. വീണ്ടും സഭയിൽ ഉണർവ് വെളിപ്പെട്ട കാലഘട്ടം. എന്നാൽ 1900 മുതൽ AD 1900 മുതൽ ക്രിസ്തുവിന്റെ വരവ് വരെ ലവോദിക്ക സഭയുടെ കാലമാണ്. നാം ലവോദിക്ക പീരീഡിലാണ്. പ്രൈസ് ദി ലോർഡ്. സഭയിൽ
ലോകം ഇഴുകിച്ചേർന്ന കാലഘട്ടം. ക്രിസ്തു സഭയ്ക്ക് പുറത്തുനിന്ന് വാതിലിൽ മുട്ടുന്നു. അങ്ങനെ എഫേസോ സഭയോട് പറഞ്ഞേ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ഇപ്പൊ കർത്താവ് പുറത്താണ്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചിൽ പറയാനിടയായി തീർന്നു തോന്നുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ ആരാധനയ്ക്കായി യൂറോപ്പിലാണ്. അദ്ദേഹം കടന്നു ചെന്നപ്പോൾ തൻ്റെതായ വേഷത്തിലാണ് ചെന്നത്. വാതിൽക്കൽ നിന്ന് സെക്യൂരിറ്റി പറഞ്ഞു പ്രവേശനമില്ല, കാരണം ഇതിനകത്തേക്ക് പ്രവേശിക്കുന്ന ഡ്രസ് കോഡ് വേണം. ആമേൻ. ഇദ്ദേഹം നിരാശയോടെ തിരിച്ചു വന്നു. പക്ഷെ പിറ്റേന്നും ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങളോടല്ലേ പറഞ്ഞത്, ഇവിടുത്തെ രീതി അനുസരിച്ച് നമുക്ക് ഡ്രസ് കോഡുണ്ട്, സൂട്ടും കോട്ടും ഒക്കെയാണ്, അതിട്ടുകൊണ്ട് വേണം വരാൻ. അയാൾ പോയി. പിറ്റേ പ്രാവശ്യം വന്നപ്പോൾ പ്രധാന ശുശ്രൂഷകൻ സെൻട്രൽ പാസ്റ്റർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ വരെ പറഞ്ഞില്ലോടോ തന്നോട് ഡ്രസ് കോഡുണ്ടെന്ന്. പുള്ളി നിരാശയോടെ പോയപ്പോൾ യേശു വന്ന് പറഞ്ഞു, ഇവിടെ ഭാരപ്പെടേണ്ട, എന്നെ ഇതുവരെ കയറ്റിയിട്ടില്ല, പിന്നെയായിട്ട് നിന്നെ കയറ്റുന്നത്. മനസ്സിലായോ? യേശു സഭയുടെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും, ഞാൻ അകത്ത് വന്ന് ഞാൻ അവനോടും, അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എഫേസോസ് മുതലുള്ള ഓരോ സഭാ കാലഘട്ടങ്ങളെ പരിശോധിച്ചാൽ സഭയിൽ വിശ്വാസത്യാഗം കയറുന്നത് നമുക്ക് കാണാം. ഞാനീ പറയുന്ന കാട് കയറി പോവാണെന്ന് ആരും പറയരുത്. എഫേസ്യ ലേഖനത്തിന്റെ വിശ്വാസത്യാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ല പിന്നെ ഒറ്റപ്പറച്ചിൽ പറഞ്ഞങ്ങ് പോകാമായിരുന്നു. ഇത് പഠിപ്പിക്കാനായിട്ട് ഞാൻ നോട്ട് തയ്യാറാക്കി ഇരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച എന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയുന്നത്. ഇതിന് മണിക്കൂറുകൾ ദിവസങ്ങളെടുത്താണ് ഞാൻ നോട്ട് ടൈപ്പ് ചെയ്ത്. എന്നോട് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു, പാസ്റ്റേ ആ രണ്ട് ക്ലാസ്സിൻ്റെ നോട്ട് ഇതുവരെ എഴുതി തീർന്നിട്ടത്. അപ്പം ഞാൻ ഈ ഒറ്റ വിരൽ കൊണ്ട് കുത്തിയിരുന്ന് ചെയ്തൊരു ഒരു ഒരു കഷ്ടപ്പാടും ഇല്ലയോ? എൻ്റെ വലത്തെ കയ്യിൽ ഒറ്റ വിരലേ വർക്കാകത്തുള്ളൂ. എത്ര ദിവസം കൊണ്ടാണെന്നറിയാവോ? ഒന്നാമത് ഞാൻ വളഞ്ഞായിരിക്കുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് പുസ്തകം തുറക്കാനും പറ്റത്തില്ല. വിരൽ വർക്കായാലല്ല പുസ്തകം തുറക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഫോണിനകത്ത് മൊബൈലും തുറന്നു വെക്കും, ഒരു ടാബിനകത്ത് ഞാനിത് ടൈപ്പും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്തുമാത്രം പാടുപെട്ടായത് ചെയ്യുന്നത്. ആമേൻ. ഞാൻ പറഞ്ഞു വന്നത്, ആമേൻ ആമേൻ, ആവശ്യമില്ലാതെ കാട് കയറിപ്പോകല്ലേ. എനിക്കത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഏതെങ്കിലും ഒരു വിഷയം നമ്മളെടുത്ത് പ്രസംഗിച്ചാൽ ആ വിഷയത്തിൽ തന്നെ നിൽക്കണമെന്നുള്ളത് ആമേൻ എന്നെ പഠിപ്പിച്ച ആമേൻ ദൈവദാസന്മാർ ആമേൻ കാണിച്ചെന്ന മാതൃകയാണ്. ഓക്കെ. എഫേസോസ് മുതലുള്ള ഓരോ കാലഘട്ടങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ ആമേൻ, എഫേസോസ് മുതൽ എവിടെ വരെ? ലവോദിക്ക പീരീഡ് വരെ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ സഭയിൽ പടിപടിയായി കയറുന്നത് കാണാൻ കഴിയും. അപ്പോസ്തോലിക കാലത്ത് തന്നെ, അഥവാ എഫേസോസിന്റെ കാലത്ത് തന്നെ ദുരുപദേശം കടന്നു കയറാൻ തുടങ്ങി. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. എടുക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാമത് വാക്യം. വെളിപ്പാട് പുസ്തകം 2:4. നിങ്ങളത് എടുത്ത് നോക്കണം. അതിനുവേണ്ടിയാണ് അവിടെ പറയാണ്, എഫേസോസ് സഭയോട് പറയാണ്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു കുറ്റം നിനക്കുണ്ട്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞാൽ ബാക്കി പുള്ളികളെല്ലാം കയറി വരും. പ്രൈസ് ദി ലോർഡ്. സ്നേഹമില്ലാത്തടുത്ത് സകല മൂരാച്ചികളും കയറി വരും. ഈർഷ്യയും പകയും പിണക്കവും 18 പുള്ളികളും വാലവാല കയറി വരും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് 2:4 പറയാണ്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം ഞാൻ നിന്നിൽ കാണുന്നു. ഇനി 2:6 നോക്കൂ. നിക്കലോവ്യരുടെ ഉപദേശം കയറി. 1, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. 2, നിക്കലോവ്യരുടെ ഉപദേശം കയറി. മറ്റൊരു യേശുവിന്റെ ഉപദേശം, മറ്റൊരു സുവിശേഷത്തിന്റെ ഉപദേശം കയറി വരുന്നു. ഈ നിക്കലോവ്യർ ആരാണെന്നുള്ളതിന് ഒരു പഠനം മറ്റൊന്നുണ്ട്. ഞാനൊന്ന് സൂചിപ്പിക്കാം. സ്തേഫാനോസിനോടൊപ്പം 7 പേരെ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുക്കുമ്പോൾ അതിലൊരുവന്റെ പേരാണ് നിക്കലോവാസ്. പ്രൈസ് ദി ലോർഡ്. നല്ല തെരഞ്ഞെടുപ്പ്. ആദ്യത്തെ കമ്മിറ്റിയിൽ തെരഞ്ഞെടുത്ത പുള്ളിയാണ്. പക്ഷെ പുള്ളി ഒടുവിൽ ദുരുപദേശക്കാരനായി മാറിയെന്നാണ് ഒരു പഠനത്തിൽ നാം മനസ്സിലാക്കുന്നത്. സ്തോത്രം. ആ തർക്കമുണ്ടതിന് എനിക്കൊരു തർക്കവുമില്ല. അറിഞ്ഞ കാര്യം നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ യേശുവിന്റെ ഉപദേശം വിട്ടിട്ട്, അപ്പോസ്തോലിക ഉപദേശം വിട്ടിട്ട് നിക്കലോവ്യരുടെ ഉപദേശം നുഴഞ്ഞു കയറി. പ്രൈസ് ദി ലോർഡ്. ഇനി സ്മുർന കാലഘട്ടം, അടുത്ത കാലഘട്ടം. സ്തോത്രം. സ്മുർന പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ എന്നോട് നമ്മുടെ ജെയിംസ് പാസ്റ്റർ പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. ഏതാണ് സ്മുർനയുടെ കാലഘട്ടം? പറഞ്ഞാട്ടെ ജെയിംസ് പാസ്റ്റർ പ്ലീസ്.
സ്മുർണയുടെ കാലഘട്ടം ഏതാണ്? രക്തസാക്ഷികൾ കാലഘട്ടം പറയൂ. കാലഘട്ടം AD എത്ര മുതൽ എത്ര വരെ? ഒന്നൂടെ. അതാണ് സ്മുർണ സഭയുടെ കാലഘട്ടം. അപ്പോഴേക്ക് സാത്താന്റെ പള്ളിക്കാര് ദൂഷണമായിട്ട് വന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത് 2:9. സ്മുർണ സഭയുടെ കാലഘട്ടമായപ്പോൾ സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണം കയറി. ഹല്ലേലൂയ. ഇനി പെർഗമോ സഭയുടെ കാലഘട്ടം 2:14. അതേത് കാലഘട്ടമാണ്? പെർഗമോ സഭയുടെ കാലഘട്ടം. അപ്പോഴിന്ന് ബിലയാമിന്റെ ഉപദേശം സഭയിൽ കയറി. ബിലയാമിന്റെ ഉപദേശം എന്താണെന്ന് നമുക്കറിയാം. സ്തോത്രം. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ആമേൻ, ആമേൻ. അതുകൊണ്ട് ആഭിചാരം അവർക്ക് ഫലിക്കത്തില്ലെന്ന് പുള്ളി പറഞ്ഞു. പോകാൻ നേരത്തെ ഒരു ഉപദേശവും കൊടുത്തിട്ടാ പോയത്. അടുത്ത അധ്യായത്തിൽ പറയുന്നു, ആമേൻ, മിദ്യാന്യ സ്ത്രീകൾ യഹൂദ പുരുഷന്മാരുമായി ഇടകലർന്നു, സങ്കരജാതി ഉണ്ടായി, അതോടുകൂടെ ബലം ക്ഷയിച്ചു. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതല്ലെങ്കിലും കെട്ടാം, സ്നാനപ്പെട്ടതല്ലെങ്കിലും സാരമില്ല, കെട്ടാം, വന്നിട്ട് മുക്കാലും. രക്ഷിക്കപ്പെടാത്ത ചെറുക്കനായാലും സാരമില്ല, എടി കുഞ്ഞ് നീ എന്നിട്ട് അവനെ അങ്ങ് രക്ഷിക്കപ്പെടുത്തിയാൽ മതി. ഇത് നടക്കുന്ന കാര്യമാണോ? നടത്തിയവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാം. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്, അല്ലേ? സാമ്പാസേ ഉപ്പല്ലേ? സാമ്പാസേ നമ്മുടെ ലോകത്തിന്റെ ഉപ്പല്ലേ? ഉപ്പ് എവിടെങ്കിലും കൊണ്ടുവച്ചാൽ ഉപ്പും മുളക് പൊടിയും തമ്മിലിരുന്നാൽ മുളക് പൊടി ഉപ്പിലേക്ക് അരിഞ്ഞു തരുവോ? ഉപ്പ് മുളക് പൊടിയിലേക്ക് അരിഞ്ഞു തരുവോ? അത്രേ ഉള്ളൂ. അവരെ ശരിയാക്കാതെ പറഞ്ഞു നീ എന്ന് കീറും, നീ അലിഞ്ഞ് അങ്ങോട്ട് ചേരും. അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ നോക്കൂ, ബിലയാമിന്റെ ഉപദേശം. അടുത്തത് ഏത് പീരീഡാ പാസേ? തുയഥൈര സഭയുടെ കാലഘട്ടം. നമ്മുടെ പ്രിൻസിപ്പിൾ പറഞ്ഞാട്ടെ, ഏത് കാലഘട്ടമാണ് തുയഥൈര സഭ? ആ കാലഘട്ടം. അവിടെ എഴുതി 2:20, വെളിപ്പാട് 2:20. ഈസബേലിന്റെ ഉപദേശം സഭയിൽ കയറി. ഈസബേലിന്റെ ഉപദേശം എന്താ? ഈസബേലിന്റെ ഉപദേശം, നീ എന്തിനാടാ വെറുതെ കരയുന്നത്? ഒറ്റ ഉപവാസം പ്രസിദ്ധം ചെയ്യ്, എന്നിട്ട് നാബോത്തിനെ വിളിച്ച് പ്രധാന സ്ഥാനത്തിരുത്ത് എന്ന് പറഞ്ഞാൽ അവന് സീറ്റ് കൊടുത്താണ് ഇത് നശിപ്പിക്കുന്നത്. അവന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാകാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചാലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ആരുടെ ഉപദേശമാണ്? ബിലയാമിന്റെ ഉപദേശം. എന്താ ആരവിടെ പേരെന്നെ പറഞ്ഞേ? ഈസബേലിന്റെ ഉപദേശമാ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് സർദിസ് സഭയുടെ കാലഘട്ടം. എന്ന് മുതൽ എന്ന് വരെയാണ്? അപ്പൊ സഭയിലേക്ക് നോക്കി, വെളിപ്പാട് 3:1. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാകുന്നു. എങ്ങനെയുണ്ട്? ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, പക്ഷേ മരിച്ചവനാകുന്നു. ഇതാണത് ഫിലദൽഫിയ കാലഘട്ടത്തിൽ, ഏതാണ്? സർദിസ് സഭയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ മൂല്യച്യുതി. പക്ഷെ അപ്പോഴും 3:3 നമ്മൾ വായിക്കണം. ഉടുപ്പ് മലിനമാകാത്ത കുറച്ചുപേർ അവിടെ ഉണ്ടായത്. എന്നുകൊണ്ട് ഒരു ശേഷിപ്പ് എന്നുകൊണ്ട്. എത്ര മൂല്യച്യുതി സംഭവിച്ചാലും, എത്ര ദുരുപദേശം കടന്നു വന്നാലും, എല്ലായിടത്തും ഒരു ചെറിയ ശേഷിപ്പിനെ കർത്താവ് വെച്ചിരിക്കും. വെട്ടിക്കളഞ്ഞാലും കുറ്റി ശേഷിക്കും. കാരണം പ്രൈസ് ദി ലോർഡ്, അത് ദൈവത്തിന്റെ പദ്ധതിയാ. അതിനെ തകർക്കാൻ ഒരുത്തനും കഴിയത്തില്ല. അടുത്തത് ഫിലദൽഫിയ കാലഘട്ടമാണ്. ഫിലദൽഫിയ കാലഘട്ടം ഏതാണ് സാറേ? 1750 മുതൽ 1900 വരെ. നമുക്ക് ഇന്നേക്ക് 100 കൊല്ലം മുമ്പ് വരെയായിരുന്നു ഫിലദൽഫിയ കാലഘട്ടം. അന്ന് എന്താ സംഭവിച്ചത്? സാത്താന്റെ പള്ളിക്കാർ യഹൂദന്മാരെന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ കയറി. 3:9 കാണാം. വെളിപ്പാട് പുസ്തകം 3:9 കാണാം. സാത്താന്റെ പള്ളിക്കാർ യഹൂദന്മാരാണെന്നും പറഞ്ഞ് സഭയിൽ കയറി. കണ്ടാൽ പൊന്നച്ച നമ്മളെക്കാൾ ഒക്കെ ശ്രേഷ്ഠന്മാരാ, വിശുദ്ധന്മാരാ. പക്ഷെ ഇവന്റെ അടിസ്ഥാനം എവിടെയാണ്? സാത്താന്റെ പള്ളിയാണ്. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ പള്ളിക്കാർ
യഹൂദന്മാരാണെന്ന് പറഞ്ഞ്, സ്തുതിക്കുന്നവരാണെന്ന് പറഞ്ഞ്, നിങ്ങളെക്കാളിലൊക്കെ മെച്ചത്തിൽ സ്തുതിക്കുന്ന ഞങ്ങളാണ്. ഞങ്ങൾ യേശുവേ 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 എന്ന് പറഞ്ഞാൽ വാവൂട്ടാതെ പറഞ്ഞു കളയും. സ്തുതിക്കുന്നവർ ഹല്ലേലൂയ എന്നും പറഞ്ഞ് സാത്താന്റെ പള്ളിക്കാര് സഭയ്ക്ക് ആര് വന്നാലും ഇവിടെ തുറന്നിട്ടേക്കല്ലേ, കയറി വരാമല്ലോ, നിലനിർത്താമല്ലോ, ആരും കയറി വരട്ടെ. പക്ഷെ അവരെ ക്രിസ്തുവിന്റെ ഉപദേശത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ദൈവത്തിന് സ്തോത്രം. അതെ, ഒടുവിലത്തേത് ലവോദിക്യ കാലഘട്ടം. അതൊന്ന് പറയാമോ സാറേ? ലവോദിക്യ കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെ? 1900 മുതൽ കാലഘട്ടങ്ങൾ ക്രിസ്തുവിന്റെ വരവ് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടം. ഇപ്പോഴെന്താണ് 3:20? ക്രിസ്തു സഭയുടെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇതാണ് ലവോദിക്യ പീരീഡ്. ക്രിസ്തു സഭയ്ക്ക് പുറത്തു നിന്ന് മുട്ടേണ്ട ഗതികേട് ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. കാരണം സഭയ്ക്കുള്ളിൽ എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത്. ഫ്രൈസറോട് സഭയ്ക്കുള്ളിൽ എന്തൊക്കെ ഇടപാടുകളാണ് നടക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ പെന്തക്കോസ്ത് ചർച്ചുകളിലും ചിലയിടത്ത് കണ്ടു, ഈ ഉപദേശിമാരിയ്ക്കുന്നതിൻ്റെ പുറകിൽ ഒരു ജനൽ കാണും. ആ ജനലിന് ഗ്രില്ലിടത്തില്ല, ഗ്ലാസ് മാത്രം വെച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ പള്ളികളിലും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പെന്തക്കോസ്തുകാരും അത് ചെയ്തിട്ടുണ്ട്. പുറകില് ഗ്ലാസ് കൊണ്ട് വെച്ചിരിക്കുകയാണ്, പക്ഷേ ഗ്രില്ലില്ല. ഗ്ലാസ്സിൽ ഒരു കുരിശൊക്കെ കാണും. എന്താ കാര്യം എന്നറിയാവോ? ചോദിച്ചപ്പോൾ എന്നോടൊരു പുരോഹിതൻ പറഞ്ഞാണ്, കമ്മിറ്റിയൊക്കെ വരുമ്പോൾ പുറത്ത് ചാടാൻ വേണ്ടി ഇട്ടേക്കുന്നത്. മനസ്സിലായോ? പ്രധാന വാതിലിലൂടെ പോകാൻ പാടാണ്. അപ്പൊ എടുത്തു ചാടാൻ വേണ്ടി എമർജൻസി വാതിലായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം കാലഘട്ടങ്ങളാണ്. ഹല്ലേലൂയ. എന്തെല്ലാം സംഭവിച്ചത്. അതെ, സഭാ പീരീഡിന്റെ കാലഘട്ട പഠനം നമുക്കിനിയും ദൈവം അനുവദിച്ചാൽ ഡിസ്പെൻസേഷൻ സ്റ്റഡി, യുഗങ്ങളുടെ പഠനമുണ്ട്. അന്ന് കൂടുതൽ ആഴത്തിൽ അത് പഠിക്കാമെന്ന് ചിന്തിക്കുന്നു. നിർമ്മല കന്യകയായി കഴിയേണ്ടുന്ന മണവാട്ടി ഇന്ന് കറപ്റ്റഡായിപ്പോയി. വിശ്വാസത്യാഗവും വിശ്വാസപാതകവും അരങ്ങ് തകർക്കുന്നു. സഭ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കപ്പെടുന്നു. സഭ പൊതുജനമധ്യത്തിൽ താറടിക്കപ്പെടുന്നു. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു. സഭയുടെ മൊറാലിറ്റിയും മാനവികതയും ചോദ്യം ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള ഇതാണ് ലവോദിക്യ കാലഘട്ടം. പക്ഷെ ഇന്നും ഉടുപ്പ് മലിനമാകാത്ത കുറച്ചുപേരെങ്കിലും ഉള്ളതുകൊണ്ടാണ് ഭൂമി നിലനിൽക്കുന്നത്. കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത ഒരു ചെറിയ ശേഷിപ്പ് നിർമ്മല കന്യകയായി നിലകൊള്ളുന്നു. അവരെ ചേർക്കാൻ മണവാളൻ വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തോലികമായ തനിമയിൽ നിന്നും തെന്നിമാറി അപഥസഞ്ചാരം ചെയ്യുന്ന കൂട്ടായ്മകൾ പ്രമാണത്തിലേക്ക് മടങ്ങി വരണം, വചനത്തിലേക്ക് മടങ്ങി വരണം, ഉപദേശത്തിലേക്ക് മടങ്ങി വരണം. ഇതായിരിക്കണം നമ്മുടെ പ്രസംഗം. 6-ാം അധ്യായത്തിൽ സഭ പടയാളിയാണ്. 2 നിലകളിലാണല്ലോ നാം ബെസലേഖനം പഠിച്ചു വന്നത്. സ്തോത്രം. 1-ാം അധ്യായത്തിൽ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. 2-ാം അധ്യായത്തിൽ സഭ കെട്ടിടമാണ്. 3-ാം അധ്യായത്തിൽ സഭ മർമ്മമാണ്. 4-ാം അധ്യായത്തിൽ സഭ പുതുമനുഷ്യനാണ്. 5-ാം അധ്യായത്തിൽ സഭ മണവാട്ടിയാണ്. 6-ാം അധ്യായത്തിൽ സഭ പടയാളിയാണ്. 2-ാമത്തെ കാഴ്ചപ്പാട് എന്തായിരുന്നു? 1-ാം അധ്യായത്തിൽ നിങ്ങൾ ക്രിസ്തുവിലാണ്. 2-ാം അധ്യായത്തിൽ നിങ്ങൾ സ്വർഗസ്ഥലങ്ങളിലാണ്. 3-ാം അധ്യായത്തിൽ നിങ്ങൾ സഭയിലാണ്. 4-ാം അധ്യായത്തിൽ നിങ്ങൾ ലോകത്തിലാണ്. 5-ാം അധ്യായത്തിൽ നിങ്ങൾ ഫാമിലിയിലാണ്. 6-ാം അധ്യായത്തിൽ നിങ്ങൾ വാർഫെയറിലാണ്. ദൈവമക്കൾ സ്പിരിച്വൽ ആർമിയാണ്, സോൾജിയേഴ്സ് ആണ്, സ്വർഗീയ പടയാളികളാണ്. പ്രിയരെ, നാം പടക്കളത്തിലാണ്. ദൈവം നമുക്ക് തരുന്ന ആത്മീയ സമ്പത്തുകളെ, സ്വർഗീയ അനുഗ്രഹങ്ങളെ കവർന്നെടുക്കുന്ന പൈശാചിക ചതുരംഗപ്പടയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അതേക്കുറിച്ചൊക്കെ നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സുകളിൽ കൂടുതലായി പഠിക്കുവാനിടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം പറഞ്ഞത്, നീ അവരെ നീക്കിക്കളഞ്ഞിട്ട് അവിടെ വാഴണമെന്നാണ്. പക്ഷെ ഇവരെന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞില്ല. അവരുടെ ഇരുന്നോട്ടെ, വിറക് കയറാനൊക്കെ ഉപയോഗിക്കാമല്ലോ, കൂടെ നിർത്തി എന്ന് പറഞ്ഞ പോലെ ഇന്നും കൂടെ കൂട്ടിയിരിക്കുകയാണ്. പുതിയ നിയമസഭയും പലതിനെയും നീക്കിക്കളയേണ്ട പലതിനെയും നീക്കിക്കളയാതെ കൂടെ കൂട്ടിയിരിക്കുന്നു. എഫേസോ സഭ കേരളത്തിലെ ക്രൈസ്തവ സഭകളെ നോക്കൂ. ജാതീയമായതെല്ലാം ക്രിസ്ത്യാനികൾ കൂടെ കൂട്ടി. 28 കെട്ടും മന്ത്രകോടിയും വാസ്തുബലിയും കൂടെ കൂട്ടി. എന്താ മന്ത്രകോടി? വരം നൽകുന്ന കല്യാണപ്പുടവയിലെ 7 നൂലുകൾ അഴിച്ചെടുത്ത് കോടിമന്ത്രം ഉരുക്കഴിച്ച് ഇണച്ചു കെട്ടി അതിലാണ് ഈ താലി കോർക്കുന്നത്. അങ്ങനെയാണ് ഇതിന് മന്ത്രകോടി എന്ന് വരെ പേര് വന്നത്.
പറയും അച്ഛൻ മന്ത്രകോടി വാഴ്ത്തട്ടെ. പെന്തിക്കോസിലെ പാസ്റ്ററും ചോദിക്കും മന്ത്രകോടി ഏതാണ്, നിനക്ക് ബോധമില്ലൂടാവും. പ്രൈസ് ദി ലോർഡ്. ഇത് അവിടുന്ന് നീ അടിച്ചെടുത്തതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താ ഇനി പറയും, എന്നാ പരവാസ്തവലി? ഈ വാസ്തുബലി എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തു നോക്കിയാണ് ഇന്ന് ക്രിസ്ത്യാനികളും പള്ളി പോലും പണിയുന്നത്. പഞ്ചഭൂതങ്ങളെ ആവാഹിക്കുന്ന ഒരു ദേവനാണ് വാസ്തു അഥവാ വാസ്തുപുരുഷൻ. ഒരു ഭവനം പണിയുമ്പോൾ അതിൽ വാസ്തുപുരുഷന്റെ മുഖം പൂമുഖത്ത് വരണം, ഇടത്തും വശത്തുമായിരിക്കണം ബെഡ്റൂമുകൾ, അവന്റെ പൃഷ്ഠഭാഗത്തായി ബാത്റൂം വരണം, ഹൃദയഭാഗത്ത് പൂജാമുറി. ഈ നിലയിലാണ് വാസ്തുശാസ്ത്രപ്രകാരം ഭവനം നിർമ്മിക്കുന്നത്. ഇന്ന് അച്ഛനും കപ്പിയാരും പാസും സെൻട്രൽ പാസും മേത്രാനും എല്ലാം വാസ്തു നോക്കിയാണ് വീട് പണിയുന്നത്. സ്തോത്രം. ജാതീയാചാരം കൂടെ കൂട്ടിയതാണ്. ക്രിസ്ത്യാനികൾ കൂടെ കൂട്ടിയതിന്റെ ലിസ്റ്റ് ഞാൻ പെട്ടെന്നൊന്ന് പറയാം, ഒത്തിരി നീണ്ടതാ കേട്ടോ. വിഗ്രഹത്തെ തിരുസ്വരൂപമായി കൂടെ കൂട്ടി, ഉത്സവത്തെ പെരുന്നാളാക്കി കൂടെ കൂട്ടി, എണ്ണത്തിരിയെ മെഴുകുതിരിയാക്കി കൂടെ കൂട്ടി, കർപ്പൂരത്തെ കുന്തിരുക്കമാക്കി കൂടെ കൂട്ടി, മന്ത്രവടിയെ അംശവടിയായി കൂടെ കൂട്ടി, പൂണൂലിനെ വെന്തീങ്ങിയാക്കി കൂടെ കൂട്ടി, രുദ്രാക്ഷമാല ജപിക്കുന്നതിന് പകരം കൊന്തമാലയാക്കി കൂടെ കൂട്ടി, ചോറ്റാനിക്കര അമ്മയെ വല്ലാർവാടത്തമ്മയായി കൂടെ കൂട്ടി, പൂജാരിയെ പുരോഹിതനാക്കി കൂടെ കൂട്ടി, കാണിക്ക വഞ്ചയെ നേർച്ച വഞ്ചയാക്കി കൂടെ കൂട്ടി, ചാത്തനൂട്ട് നേർച്ച ശ്രാദ്ധമൂട്ട് നേർച്ചയായി കൂടെ കൂട്ടി, ശ്രീകോവിലിനെ സക്രാരിയാക്കി കൂടെ കൂട്ടി, അമ്പലമണിയെ പള്ളിമണിയാക്കി കൂടെ കൂട്ടി. അവിടെ ബാലയാണെങ്കിൽ ഇവിടെ നാടകം, അവിടെ അയ്യപ്പോ വിളിയാണെങ്കിൽ ഇവിടെ മുത്തപ്പോ വിളി, അവിടെ മുത്തുക്കൊടയാണെങ്കിൽ ഇവിടെ മുത്തുക്കൊട, അവിടെ വെടിപ്പെട്ടാണെങ്കിൽ ഇവിടെയും വെടിക്കെട്ട്, അവിടെ ജീവത എഴുന്നള്ളിപ്പ് ഇവിടെ കുരിശെഴുന്നള്ളിപ്പ്, അവിടെ വ്രതം ഇവിടെ നോമ്പ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൂടെ കൂട്ടിയ കാര്യങ്ങളാ. വിട്ടുകളയണം, വിട്ടുകളയണം, വിട്ടുകളയണം. പരിശുദ്ധാത്മാവ് എക്കാലത്തും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ഇല്ലാത്തതായിരിക്കണം പുതിയ നിയമസഭ, മണവാട്ടിയായ സഭ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, നമുക്ക് പോരാട്ടമുള്ളത് ഈ പൈശാചിക തന്ത്രങ്ങളോടാണ്. സാത്താൻ ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ പുതിയ സഭയും ഇന്ന് ഉപായത്താൽ ചതിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ മേലുള്ള വാഴ്ചകളോടാണ് ആമേൻ നമുക്ക് പോരാട്ടമുള്ളത്. വിഭാഗതയൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് പോരാടാം. തുടർന്നുള്ള എഫെസ്യ ലേഖനത്തിന്റെ പഠനം അടുത്ത ക്ലാസ്സുകളിലാകാം. ബഹുമാന്യ ദേവദാസൻ, നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, ഈ ക്ലാസ് ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുമല്ലോ. Praise the Lord, praise the Lord.